8 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ എല്ലായ്പ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി എന്തിന് ജീവിച്ചിരിക്കുന്നതെന്ന്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയത് ഈ രാത്രിയിലായിരുന്നു. ഹരി, കാവൻപുറം ജംഗ്ഷനിൽ ഒരു വീട്ടിൽ 2 പേര് കൊല്ലപ്പെട്ടു. അവരുടെ മകൻ മിസ്സിംഗ് ആണ്. മിസ്സായ കുട്ടിയുടെ ഫോട്ടോ കൈപ്പറ്റണം. അവിടെ നിന്ന് 30 കിലോമീറ്റർ പരിധിയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ കഴിഞ്ഞ 4 ദിവസങ്ങൾക്കിടയിൽ ചൈൽഡ് മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഈ കുട്ടിയാണ് ഇന്ന് കാണാതായത്. സർ, 11 സ്റ്റേഷനിൽ 2 ചൈൽഡ് മിസ്സിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഈ സംഭവ വികാസങ്ങളെല്ലാം ആരംഭിക്കുന്നത് 2 കുട്ടികളെ കാണാതായത് മുതലാണ്. സനുവും ആരവും. ഇരുവരെയും കാണാതായതിൻ്റെ 2ാം ദിവസം സനുവിൻ്റെ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു. അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പിച്ചു. കേസിൻ്റെ പ്രാഥമിക അന്വേഷണ ചുമതല ലോക്കൽ പോലീസിനായിരുന്നു. മകനെ കാണാതായതിൻ്റെ 2ാം ദിനം ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് കണ്ടെത്തേണ്ടിയിരുന്നു. അതന്വേഷിച്ച് SI മുഹമ്മദ് ഹമീദിൻ്റെ സംഘത്തിനും ഒരുപാട് ദൂരം പോകേണ്ടി വന്നില്ല. കാണാതായ സനു എന്ന പിഞ്ചു ബാലൻ്റെ ഹൃദയം ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു പെട്ടിയിലാക്കി കൊലയാളി അവൻ്റെ മാതാപിതാക്കൾക്ക് എത്തിച്ചു. അത് സനുവിൻ്റെ തന്നെ ഹൃദയമാണെന്ന് ഫോറൻസിക് വിഭാഗം കൺഫേം ചെയ്യുകയും ചെയ്തു. ആ പെട്ടി കൊലയാളി നേരിട്ട് വീട്ടിലെത്തിക്കുകയായിരുന്നു. ആ ഏരിയയിലെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മുഖംമൂടി ധരിച്ച ഒരാളെ കാണാൻ കഴിഞ്ഞു. ലോക്കൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ സ്പെഷ്യൽ ബ്രാഞ്ചിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഹരി എത്രയും വേഗം ഇവിടം വരെ വരണം. ഞാൻ ഹരിലാൽ, കരിവട്ട പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ജോലി ചെയ്യുമ്പോഴാണ് ഞാൻ ഈ കേസിൽ അകപ്പെട്ടത്. ആദ്യം മിസ്സായ കുട്ടി സനു അന്നേ ദിവസം സ്കൂളിലേക്ക് പോകേണ്ടതിന് പകരം മറ്റൊരു ദിശയിലൂടെ ആളൊഴിഞ്ഞൊരു പ്രദേശത്തേക്ക് പോകുന്നതായിട്ടാണ് കാണപ്പെട്ടത്. സനുവിനെ അവസാനമായി കണ്ട സ്ഥലത്ത് ഒരു കാർ വന്നു പോയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സനുവിൻ്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ആരവെന്ന കുട്ടിയെ കാണാനില്ലെന്ന് പോലീസിന് കംപ്ലൈൻറ്റ് ലഭിക്കുന്നത്. ആ കുട്ടി അവസാനമായി കണ്ട സ്ഥലത്തും മുൻപ് കണ്ട കാർ വന്നു പോകുന്നതായി കാണപ്പെട്ടു. അങ്ങനെ ഇരിക്കെ രണ്ടാമത് മിസ്സായ ആരവിന്റെ വീട്ടിലും ഒരു സമ്മാനപ്പൊതി എത്തി.
ഹരി, മോൻ ഇതുവരെ എത്തിയില്ല. അവൻ വരാനുള്ള സമയം കഴിഞ്ഞു. ഇന്ന് അവധിയായതുകൊണ്ട് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതാ. ഹരി, എനിക്ക് പേടിയാവുന്നു. നമ്മുടെ മോൻ. ഹരി, ഹരി വീടെത്തി. ഉം? എട്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന എന്റെ ചേച്ചിയെ നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി. അപമാനം സഹിക്കാൻ വയ്യാതെയാടാ എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം എന്റെ അമ്മ എഴുന്നേറ്റ് നടന്നിട്ടില്ല.
ഇത് നിനക്ക് ദൈവം തന്നതാടാ. ഇനി നീ മനസമാധാനത്തോടെ ഉറങ്ങില്ല. നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം ഈ രാത്രി അവൻ വീണ്ടും വേട്ട ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെ 3 കുട്ടികളെ കാണാതായിരിക്കുന്നത്. സ്കൂൾ ടൈം കഴിഞ്ഞ് കുട്ടികൾ വീട്ടിൽ വരാത്തതുകൊണ്ടാണ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചത്. മെയിൻ റോഡിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എങ്ങും CCTV ക്യാമറകളൊന്നുമില്ല. ഇതിനിടയിൽ എവിടെ വെച്ചാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്? നീ പോയി ആ കുട്ടികളുടെ വീട്ടുകാരെ വിളിച്ചോണ്ട് വാ. സർ. ഈ കാണുന്ന കുട്ടി പരിചയമുണ്ടോ? ഇന്ന് പുലർച്ചെ അവൻ്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു. അന്നേരം മുതൽ ഇവൻ മിസ്സിങ്ങാ. ഏകദേശം 3 വർഷം മുൻപ് ഈ ഫാമിലി ഇവിടെ താമസിച്ചിരുന്നു. അവരിവിടുന്ന് മാറാനിടയായ സാഹചര്യം? ഇവിടെ വാടകയ്ക്കായിരുന്നു സാർ താമസിച്ചിരുന്നത്. പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. നിങ്ങളോടെല്ലാം ഒരുപോലെ ശത്രുത തോന്നാൻ മാത്രം ആരെങ്കിലും ഉണ്ടോ? 3 വർഷ കാലയളവിൽ ഇവിടുന്ന് മാറി താമസിച്ച എത്ര ഫാമിലികളുണ്ട്? ഒരു ഫാമിലി ഉണ്ട് സാർ. അവരിവിടെ നിന്നും 10 കിലോമീറ്റർ അപ്പുറത്താണ് താമസം. മിക്ക വീക്കെൻഡുകളിലും അവരോട് വരാറുണ്ട്. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു സാർ. ഗ്രൗണ്ടിനപ്പുറത്താണ് അവരുടെ വീട്. ഇരുന്നിരിപ്പിൽ അവരിവിടുന്ന് മാറിപ്പോയത്. എങ്ങോട്ടേക്കാണ് പോയതെന്നറിയില്ല. ആ വീട് ഇപ്പോൾ പൂട്ടിക്കിടക്കാണ് സാർ. ആ വീട് നമുക്ക് സെർച്ച് ചെയ്യണം. സർ. ഹലോ. ഈ വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയും ഭർത്താവും മാനസിക രോഗികളാണ്. നമുക്ക് അവരെ ചികിത്സിച്ച ഡോക്ടറെ പോയി ചോദ്യം ചെയ്യാം. ഈ വീട്ടിൽ നടന്നൊരു സംഭവവുമായി നിങ്ങളുടെ മക്കൾക്ക് ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? സർ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിലെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ മക്കളെ ക്ഷണിച്ചിരുന്നു. പക്ഷെ ഞങ്ങളാരും അന്ന് അവരെ വിട്ടില്ല. അന്നിവിടെ വരാനിരുന്ന കുട്ടികൾ തന്നെയല്ലേ ഈ രാത്രി ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? അതെ സർ. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു കുട്ടി മാത്രം. അങ്ങോട്ടേക്കുള്ള വഴി അറിയാമോ? അറിയാം സർ. കാവിൻപുറം മേൽപ്പാലത്തിനടുത്തുള്ള സൗപർണിക എന്ന വീട്ടിൽ ഉടനെത്തണം. ആ കുടുംബം അപകടത്തിലാണ്. ശരി സർ.
സാർ, ആ വീട്ടിലെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു. അവരുടെ കുട്ടി മിസ്സിംഗ് ആണ്. സംഭവം നടന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് ചെയ്തവർ അധിക ദൂരം എത്തിക്കാണാൻ വഴിയില്ല. മെയിൻ റോഡിലേക്ക് എത്താൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. സർ, വണ്ടി പിടിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നാലുമുക്ക് ജംഗ്ഷനിലെത്തണം. ഓക്കെ, വണ്ടി നേരെ നാലുമുക്ക് ജംഗ്ഷനിലേക്ക് വിട്ടോ. ഈ കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ 4 കുട്ടികളെ കാണാതായി. 4 മാതാപിതാക്കൾ കൊല്ലപ്പെട്ടു. ഇതിനെല്ലാം ഉത്തരവാദി താൻ പണ്ട് ചികിത്സിച്ച 2 പേർ. തനിക്ക് അവരെക്കുറിച്ച് അറിയാവുന്നതെല്ലാം ഇപ്പൊ പറയണം, ഇല്ലെങ്കിൽ താനിന് പുറം ലോകം കാണില്ല. പെട്ടെന്ന് വേണം. അയാളുടെ പേര് വിക്ടർ ജോർജ് എന്നാണ്. ഭാര്യ സ്റ്റെല്ല, മകൻ അലക്സ്. അനാഥരായിരുന്ന വിക്ടർ ജോർജും സ്റ്റെല്ലയും സ്കൂൾ ടീച്ചർമാരായിരുന്നു. തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാണ് മകനായ അലക്സിനെ ലഭിച്ചത്. മകൻ ജനിച്ച ശേഷം സ്റ്റെല്ല തൻ്റെ ജോലി രാജിവെച്ചു. മുഴുവൻ സമയവും മകൻ്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ചു. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ സ്റ്റെല്ലയുടെ അമിതമായ വാത്സല്യവും സ്നേഹവും തൻ്റെ മകനൊരു തടവ് ശിക്ഷ അനുഭവിക്കുന്നത് പോലെയായി മാറി. വീടിന് പുറത്തെ ലോകം കാണാനോ പരിചയപ്പെടാനോ മകനായ അലക്സിന് സാധിക്കാതെയായി. തൊട്ടടുത്ത പറമ്പിൽ കുട്ടികൾ കളിക്കുന്ന ഒച്ച കേട്ട് വീടിന് പുറത്തേക്ക് പോകാനാകാതെ അനേക ദിനം അവൻ തൻ്റെ വീടിനുള്ളിൽ വീർപ്പുമുട്ടിയിരിക്കാറുണ്ടായിരുന്നു. ഒടുവിൽ തൻ്റെ മകൻ്റെ ഏകാന്തതയ്ക്ക് വിക്ടർ ജോർജ് വിരാമമിട്ടു. തൻ്റെ വീടിനപ്പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ അയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഏറെ നാളിന് ശേഷം തൻ്റെ മകനൊന്ന് ചിരിച്ചു കണ്ട സന്തോഷത്തിൽ സ്റ്റെല്ല ആ കുട്ടികളെയെല്ലാം അലക്സിൻ്റെ ജന്മദിനത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചു. ജന്മദിന ആഘോഷത്തിന് വരാമെന്ന് പറഞ്ഞ് അവരെല്ലാം അവിടെ വിട്ടിറങ്ങി. തങ്ങളാൽ കഴിയുന്ന രീതിയിൽ വിക്ടറും സ്റ്റെല്ലയും അവരുടെ കൊച്ചു വീട് അലങ്കരിച്ചു. കുട്ടിക്കാലം ഓർഫനേജിൽ ചെലവഴിച്ച വിക്ടറിനും സ്റ്റെല്ലയ്ക്കും ആ ദിവസം ഒരു പുതിയ അനുഭവമായിരുന്നു. പോയ കാലത്ത് ഒരിക്കൽ പോലും തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ലായിരുന്ന ഇരുവരും മകൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു. പക്ഷേ നേരമേറെ വൈകിയിട്ടും വരാമെന്ന് പറഞ്ഞ കുട്ടികളെ ഒന്നും കണ്ടില്ല. അവരെ അന്വേഷിച്ച് ചെല്ലാൻ അവരുടെ വീടെവിടെയാണെന്ന് അവർക്കറിയില്ലായിരുന്നു. അന്നേ ദിവസം തൊട്ടപ്പുറത്തെ പറമ്പിൽ കളിക്കാൻ അവർ വന്നതുമില്ല. കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച ഒറ്റപ്പെടലും അവഗണനയും അവരുടെ മകൻ അനുഭവിക്കുന്നത് അവർക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. എന്തു പറഞ്ഞവനെ ആശ്വസിപ്പിക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു.
പിറ്റേ ദിവസം വിക്ടർ ജോർജ് അതിരാവിലെ വീട് വിട്ടിറങ്ങി. കൈനിറയെ സമ്മാനങ്ങളുമായി അയാൾ തിരികെ എത്തി. പക്ഷെ അയാൾ പ്രതീക്ഷിച്ച ഒരു പ്രതികരണം തൻ്റെ മകനിൽ നിന്നും അയാൾക്ക് ലഭിച്ചില്ല. ആ സംഭവത്തിന് ശേഷമാണ് അവരുടെ മനസ്സ് തികച്ചും മറ്റൊരു ദിശയിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചത്. ഒറ്റയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന തങ്ങളുടെ മകന് 2 കൂട്ടുകാരെ അന്വേഷിച്ച് അവർ ഇറങ്ങി. മരിച്ചുപോയ തങ്ങളുടെ മകനെ പോലെ അവഗണിക്കപ്പെട്ട 2 കുട്ടികളെ അവർ കണ്ടെത്തി. കരുതിക്കൂട്ടിയ ചില നീക്കങ്ങളിലൂടെ അവർ അവരെ കീഴ്പ്പെടുത്തി. പോലീസ് അവരെ അന്വേഷിച്ച് നാട് മുഴുവൻ പരതി നടക്കുമ്പോഴാണ് അവർ എൻ്റെ സൈക്യാട്രിക് ഫെസിലിറ്റിയിൽ അഭയം പ്രാപിച്ചത്. വിക്ടറും സ്റ്റെല്ലയും വളരെ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ പേഷ്യൻസ് ആയിരുന്നു. പക്ഷെ അലക്സ് ജനിച്ച ശേഷം അവർ എന്നെ കാണാൻ വരാറില്ലായിരുന്നു. അവർ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. പോലീസിൽ കീഴടങ്ങുന്നതിന് മുമ്പ് എന്നെ അവസാനമായി ഒന്ന് കാണാൻ വന്നതാണെന്നും പറഞ്ഞു. പക്ഷേ ഞാൻ അവരെ അവിടം വിട്ടു പോകാൻ അനുവദിച്ചില്ല. കുറച്ച് ദിവസം അവരെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പാർപ്പിച്ചു. പിന്നീട് ഞാനവരെ കാണുന്നത് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ്. അന്ന് അവരുടെ കൂടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു, സിദ്ധാർത്ഥ്, അവർ ദത്തെടുത്ത മകൻ. അലക്സിന് കൊടുക്കാൻ കഴിയാത്തതെല്ലാം അവർ സിദ്ധാർത്ഥിന് കൊടുത്തു. സ്കൂൾ വിദ്യാഭ്യാസം, സുഹൃത്തുക്കൾ, അങ്ങനെയെല്ലാം. വളരെ സന്തോഷത്തോടെയാണ് അവർ ഇവിടം വിട്ടിറങ്ങിയത്. പക്ഷേ ആ സന്തോഷത്തിന് അധികമായുസുണ്ടായില്ല. അവർ ദത്തെടുത്ത സിദ്ധാർത്ഥനെ തേടി അവൻ്റെ യഥാർത്ഥ മാതാപിതാക്കൾ വന്നു. സിദ്ധാർത്ഥനെ ചുറ്റിപ്പറ്റി യഥാർത്ഥത്തിൽ വലിയൊരു കഥയുണ്ടായിരുന്നു. അവൻ്റെ അമ്മയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ പ്രസവിച്ചതായിരുന്നു അവനെ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ അക്കാലത്ത് അവനെ ഓർഫനേജിലാക്കിയതായിരുന്നു. 10 വർഷം കഴിഞ്ഞ് അവനെ തേടി ആരും വരാത്തതിനാൽ അവനെ വിക്ടറിനും സ്റ്റെല്ലയ്ക്കും ഓർഫനേജുകാർ നൽകുകയായിരുന്നു. യാതൊരു കാരണവശാലും സിദ്ധാർത്ഥനെ വിട്ടുകൊടുക്കാൻ സ്റ്റെല്ല തയ്യാറായില്ല. ഒടുവിൽ ഒരു ദിവസം സിദ്ധാർത്ഥിനൊരു വൈദ്യപരിശോധന ഉണ്ടെന്ന വ്യാജേന ഓർഫനേജുകാർ അവരെ തന്ത്രപൂർവ്വം വരുത്തി. അകത്തേക്ക് പോയ സിദ്ധാർത്ഥിനെ പിന്നീട് ഒരിക്കലും അവർ കണ്ടിട്ടില്ല. ആ സംഭവം അവരിൽ വലിയൊരു ഗർത്തം രൂപപ്പെടുത്തി. അതിൻ്റെ പരിണാമമാണ് പിന്നീടുള്ള സംഭവങ്ങളിൽ കലാശിച്ചത്. ഇതിങ്ങനെയൊന്നും അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവർക്ക് രണ്ടാമതൊരു ചാൻസ് കൊടുക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അവസാനമായി ഒരു കാര്യം കൂടി. 8 വർഷങ്ങൾക്ക് മുമ്പ് 2 കുട്ടികളെ അവർ കിഡ്നാപ്പ് ചെയ്ത കാര്യം മാത്രമേ താൻ പറഞ്ഞുള്ളൂ. മൂന്നാമതായി ഒരു കുട്ടി കൂടിയുണ്ട്. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല.
ഹരിയുടെ മകനെ കൊണ്ടുപോയത് വിക്ടർ ജോർജും സ്റ്റെല്ലയും അല്ല, മറ്റാരോ ആണ്. അന്നത്തെ ആ കേസിൽ 2 കുട്ടികളെ മാത്രമേ അവർ കൊന്നിട്ടുള്ളൂ. നീ എന്താടേ പറയുന്നേ? വിക്ടർ ജോർജിനെയും സ്റ്റെല്ലയെയും ചികിത്സിച്ച ഡോക്ടർ രാജ്മോഹനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഹരിയുടെ മകനെ കൊന്നത് മറ്റാരോ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. 8 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ആരവിൻ്റെയും സനുവിൻ്റെയും കേസിനൊപ്പം ഹരിയുടെ മകൻ്റെ കേസ് കൂട്ടി വായിച്ചതിനാലാണ് നമുക്ക് പിഴച്ചത്. ഹരിയുടെ മകനെ മറ്റൊരു വണ്ടിയിൽ കൊണ്ടുപോയതാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് പഴയ CCTV ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ ഒരു വണ്ടി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവനെ കാണാതാകുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വണ്ടിയെ ആ പ്രദേശത്തുള്ള CCTVയിൽ സ്പോട്ട് ചെയ്തത്. ആ വണ്ടിയെ പിന്നീട് കാണുന്നത് സംഭവം നടക്കുന്ന അന്ന് രാത്രിയാണ്. ഒരുപക്ഷെ യഥാർത്ഥ കൊലയാളി സംഭവം നടക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്ത് എവിടെയോ തൻ്റെ വണ്ടി കൊണ്ടിട്ട ശേഷം വിക്ടർ ജോർജിൻ്റേത് പോലെയുള്ള ഒരു വണ്ടിയെ മുൻനിർത്തി അവനെ തട്ടിക്കൊണ്ടുപോയതാവാം.